സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ടർബോയുടെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടർബോന്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഈ ടർബോനെ ഞാൻ രണ്ട് സൈഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇത് ടർബൈൻ സൈഡ്, ഇത് കംപ്രസർ സൈഡ്. സോ ഈ ടർബൈൻ സൈഡ് എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് എക്സോസ്റ്റ് ഗ്യാസസ് ഇതിൽ കൂടി അകത്ത് പോയിട്ട് ഇതിനകത്ത് ഒരു ടർബൈൻ വീൽ ഉണ്ടാവും. ആ ടർബൈൻ വീലിനെ കറക്കിയിട്ട് ഇതിൽ കൂടി ലൈക്ക് എക്സോസ്റ്റ് സിസ്റ്റം കോമ്പണൻസിലേക്ക് പോകും. സോ ഈ കംപ്രസർ സൈഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എയർ ഫിൽറ്ററിൽ നിന്ന് എയർ അകത്തേക്ക് എടുത്തിട്ട് ഇതിനകത്ത് ഒരു കംപ്രസർ ബ്ലേഡ് ഉണ്ടാവും. കംപ്രസർ ബ്ലേഡ് അതിനെ കംപ്രസ് ചെയ്ത് ഇതിനെ കൂടി ലൈക്ക് ഇന്റർകൂളർ വഴി എഞ്ചിനിലേക്ക് പാസ് ചെയ്യും. സോ ഇതിനകത്ത് ഇത് ടർബോ കോർ എന്ന് പറയും. സോ ഈ ടർബോ കോർ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ടർബൈൻ വീൽ ആൻഡ് ഇതാണ് കംപ്രസർ വീൽ. അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസസ് ഇതിൽ കൂടി പോയിട്ട് ഈ ടർബൈൻ വീലിനെ കറക്കിയിട്ട് അത് ഇതിൽ കൂടി പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ടർബൈൻ വീലും കംപ്രസർ വീലും ഒരു ഷാഫ്റ്റ് വെച്ച് കണക്റ്റഡ് ആണ്. സോ അത് കാരണം കൊണ്ട് തന്നെ ഈ കംപ്രസർ വീല് ഈ ടർബൈൻ വീൽ കറങ്ങുന്ന അതേ സ്പീഡിൽ തന്നെ കറങ്ങും. അപ്പോൾ ഈ എയർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന എയർ ഇവിടെ കംപ്രസ് ആയി അതിന്റെ ഡെൻസിറ്റി കൂട്ടിയിട്ട് നമ്മൾ ഇന്റർകൂളറിലേക്ക് അയച്ച് ഇന്റർകൂളർ വഴി അത് എഞ്ചിനിലേക്ക് പോകും. സോ ഇതിൽ തന്നെ ഇതിനകത്ത് ഈ ഷാഫ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കൊരു സ്റ്റേഷനറി ആയിട്ട് ഒരു റൊട്ടേറ്റിംഗ് പാർട്ടുള്ള ഒരു ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് ബിയറിംഗ്സ് വേണം ആ റൊട്ടേഷൻ മോഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. സോ അതിനു വേണ്ടി തന്നെ നമ്മൾ ഇതിൽ കൂടി ഓയിൽ പാസ്സാക്കിയിട്ട് ലൂബ്രിക്കേഷൻ ചെയ്യും. സോ ഇതിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.